Hi friends, welcome to Garam Masala, the magic spices of cooking. ബീഫ് ഉലർത്തിയത് ഓർ ബീഫ് റോസ്റ്റ്. ഇന്ന് നമുക്ക് ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ബീഫ് 1/2 കിലോ. ഈ ബീഫ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. സവാള 2 കപ്പ്, വെളുത്തുള്ളി 4 എണ്ണം, പച്ചമുളക് 4-5 എണ്ണം, ഇഞ്ചി 2 ഇഞ്ച് പീസ്, ഫ്രൈഡ് കോക്കനട്ട് പീസ് 1/2 കപ്പ്, തക്കാളി 1/2 കപ്പ്, കറിവേപ്പില, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ, ഉപ്പ്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലോട്ട് തക്കാളി ചേർക്കണം. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ തക്കാളി മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൗഡറുകൾ ചേർക്കാം. അതായത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവ ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മസാല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ബീഫ് ഡ്രൈ ആയതാണെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർക്കണം. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അടുത്തതായി ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീഫ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഈ ബീഫ് റോസ്റ്റ് പ്ലെയിൻ റൈസ്, ഗീ റൈസ്, ചപ്പാത്തി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.